രാജനെന്തി രാജ അമ്മച്ചിയുടെ ശവോടൊക്കെ ലയിപ്പിച്ചിരിക്കുന്നത് രാജനെ കാണുന്നില്ലല്ലോ. രാജൻ ഇവിടെ ഉണ്ട്. വെറും രാജനല്ല, മരണം രാജൻ. മരണം രാജ റെഡി. അമ്മച്ചിയുടെ ശവോടൊക്കെ എല്ലാ കാര്യങ്ങളും ലയിപ്പിച്ചിരിക്കുന്നതല്ലേ? അതെ, ആയില്ലല്ലോ. എല്ലാം ആയി കഴിഞ്ഞു. AC പന്തൽ നിറച്ച ആൾക്കാർ, എണ്ണിയാൽ തീരാത്ത അത്രയും അച്ഛന്മാർ, ബഹുമാനപ്പെട്ട തിരുമേനി, ഇനിയും തിരുമേനിമാർ വരാനുണ്ട്. വരുന്ന മുറയ്ക്ക് നമ്മൾ അവരെ എല്ലാം ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യും. തണുപ്പ് കുഴപ്പമില്ല, തണുപ്പ് കൂടിക്കോളും. ഈ അമ്മച്ചിയുടെ മക്കളെ ജോസൂട്ടിയും കണ്ണിക്കുട്ടിയും പറഞ്ഞത് 1 കോടി രൂപയാണ് ഈ ശവടത്തിൽ മാറ്റി വെച്ചിരിക്കുന്നത്. അതിന് അതിന്റെ ഒരുക്കങ്ങളൊന്നും ആകുന്നില്ല. എല്ലാം ഉണ്ട്. 1 കോടിയല്ല, 2 കോടിയാണെങ്കിലും ഞങ്ങളെല്ലാം റെഡിയാക്കും. അതാണ് മരണം രാജൻ. പിന്നെ കണ്ണിക്കുട്ടി പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. പനച്ചമൂടിലെ പീലിപ്പോച്ചന്റെ അമ്മയുടെ അടക്കത്തിന് 6 മെത്രാന്മാരുണ്ടായത്. നമുക്ക് 12 മെത്രാൻ വേണം, കാതോലിക്കാവോ വേണം. വരുമോ? വരും. നമ്മുടെ സഭയിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഒരു കുഴപ്പമില്ല. എല്ലാവരും വരും, എല്ലാവരും വരും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ട്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇതൊന്നും അറിയണ്ട, ഞങ്ങൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇറക്കുമതി ടൂലിപ്സ് അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞു, എല്ലാം ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. എല്ലാം ലിസ്റ്റ് ഉണ്ടെന്ന്, എല്ലാം ലിസ്റ്റ് ഉണ്ട്. ഇവർക്ക് മക്കൾക്കും മരുമക്കളൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. അതെ, അവർക്ക് സമയമില്ല. ഇന്നിപ്പോ 10 ദിവസമായില്ലേ? പക്ഷെ അതുകൊണ്ട് അവർക്ക് വൈകിട്ട് 4 മണി ഫ്ലൈറ്റിന് പോകണം. പോയിക്കോട്ടെ. അതുകൊണ്ട് അടിയന്തരം കൂടെ നടത്തണം. 41 കൂടി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള സത്യവട്ടങ്ങൾ, പിന്നെ 41 ഐറ്റങ്ങളുള്ള ലൈവ് കിച്ചൺ ഇതാ ഇവിടെ സ്പെഷ്യലായിട്ട് ഒരുങ്ങി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരുടെയും വായിൽ വെള്ളം പൊറുന്ന അപ്പം, പാലപ്പം ഇവിടെ റെഡിയാണ്. പിന്നൊരു കാര്യം, ഈ കോഴി പക്ഷിപ്പനി വന്നോണ്ടേ ഈ കോഴി ഐറ്റം മാറ്റിയിട്ട് ഒരിക്കലും മാറ്റില്ല. പക്ഷിപ്പനി ഉള്ളത് കൊണ്ടാണ് എനിക്ക് നാളെ മറ്റന്നാളും ഒക്കെ അടക്കമുള്ളത്. നിങ്ങൾ ദയവ് ചെയ്തൊന്നും നിർത്തരുത്. ദയവ് ചെയ്ത് സാറൊരു കാര്യം ചെയ്യണം. മരുമക്കൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അവർ നേരെ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുകയാണ്. സാർ അവരെ പോയി വിളിച്ചുകൊണ്ട് വരണം. അവരെല്ലാം ഇരുന്നോളൂ. അവർക്കെല്ലാം വേണ്ടതുപോലെ കൊടുക്കണം. എല്ലാം അല്ല ആ സാധനങ്ങൾ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. ദയവ് ചെയ്ത് പോകണം. നമുക്ക് തീരെ സമയമില്ല ഇനി. ഹലോ, ലിസ്റ്റെല്ലാം ഓക്കെ ആണല്ലോ? എല്ലാം ഓക്കെയാണ്. ഏതോ 2-3 അമ്മച്ചിമാർ വരുന്നുണ്ട്. പള്ളി ശ്രീ സമാജം എന്തോരു നല്ല ജീവിതമായിരുന്നു. ഇപ്പൊ കണ്ടോ കിടക്കുന്ന കർത്താവേ, ഞങ്ങൾക്കാർക്ക് ഈ അവസാനം ഇല്ലെങ്കിൽ ഞാൻ എന്റെ കട അടയ്ക്കേണ്ടി വരും. എത്രയും വേഗം ഉണ്ടാക്കണേ കർത്താവേ. മക്കളില്ലല്ലോ, മക്കളൊക്കെ വലിയ ആളുകളാ. അവരങ്ങ് സ്റ്റേറ്റ്സിലും അമേരിക്കയിലും ഒക്കെയാ. ആണ്ടിൽ ഒരിക്കലും വിളിക്കാന്നാ പറഞ്ഞേ. എന്നേരം ഫ്ലൈങ് കിസ് കൊടുക്കും. അമ്മച്ചിക്ക് ഞാനൊരു ഫ്ലൈങ് കിസ് തരട്ടെ. അമ്മച്ചി എന്താ പരിപാടി? ഇത് കൂട്ടുകാരിയാണോ? കൂടെ പഠിച്ചാണോ? അച്ഛന്മാരും തിരുമേനിമാരും എല്ലാം ഉണ്ട്. ഞങ്ങളൊന്ന് പാടിക്കോട്ടെ അച്ഛാ. സ്റ്റോപ്പ്. ഇങ്ങനെ പാടിയാൽ ഞാൻ മിക്കവാറും ഉടനെ ഭാഗ്യനാട്ടിൽ പോകേണ്ടി വരും. അമ്മച്ചി, ഇത് ഇങ്ങനെയുള്ള പാട്ടുകൾ പാടാനുള്ള അവസരമല്ല ഇത്. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അമ്മച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നല്ല പാലപ്പം റെഡിയാണ്. 2 അടിച്ചിട്ട് വീട്ടിൽ പോകണം. പണ്ടത്തെ കാലത്ത് അടക്കം കഴിഞ്ഞ ഒരു കഞ്ഞിയോ പയറോ വല്ലതും കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ അമ്മച്ചി അമ്മച്ചി ഞാൻ ഏറ്റെടുക്കുന്ന പരിപാടികൾ അമ്മച്ചി കാണാൻ വഴിയില്ല. അമ്മച്ചി മരിച്ചു കിടക്കുമ്പോഴേ ഞാൻ വരുള്ളൂ. അത് കിടന്നാൽ ഉടനെ വരും. മരണം രാജൻ ഇതിന്റെ ഇവന്റ് മാനേജറാണ്. ഹലോ, 5 അപ്പം വരണം. സാരമില്ല അമ്മച്ചി, ഇപ്പം വരണം. ഈ അമ്മച്ചിയുടെ 41 കൂടെ നടത്തിയിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ. ശരി.
അമ്മച്ചി നല്ല പാലപ്പമാണ്. പക്ഷിപ്പനി പിടിച്ച ചിക്കനുണ്ട്. ഹലോ, അതെ പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും വന്ന് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, നമ്മളേവരും കാത്തിരുന്ന പോലെ ഈ അമ്മച്ചിയുടെ മക്കൾ, എന്തിനും പോകുന്ന മക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന വലിയ കുടുംബം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങി നേരെ അവിടെ നിന്നും നമ്മുടെ ഷാനാസ് ബ്യൂട്ടി പാർലറിൽ പോയി അതിനുവേണ്ട എല്ലാ ക്രമീകരണം ചെയ്തതിന് ശേഷം ഇതാ അവർ കടന്നു വരികയാണ്. അതാ അമ്മച്ചിമ്മ അവിടെ സ്വന്തം അമ്മച്ചിയെ കാണാൻ, ഒരു നോക്ക് കാണാൻ ഓടിയെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഓടിയെത്താൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ എത്തിയവർ ഇതാ എത്തിക്കഴിഞ്ഞു. Let us welcome the children. ദുഃഖം താങ്ങാനാവാതെ അവർ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് കളയാൻ സമയമില്ല. ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് സമയമായി. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചുകൂടെ? അവരവരുടെ കുടുംബാംഗങ്ങളെ വിളിച്ചാട്ടെ. ഇതാ ക്യാമറാമാൻ, വീഡിയോ എല്ലാം റെഡിയാണ്. ഇതെല്ലാം ഞങ്ങൾ ലൈവ് സ്ട്രീം ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള ഈ അമ്മച്ചിയുടെ കണ്ടവരും കേട്ടതുമായ ബന്ധുക്കൾ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് അവരവരുടെ മക്കളെ കൊണ്ടുവന്നാട്ടെ, കുടുംബാംഗങ്ങളെ കൊണ്ടുവന്നാട്ടെ. പ്ലീസ് പെട്ടെന്നാവട്ടെ. പ്ലീസ് പടം എടുത്തോളൂ. Let us start. Action. Don't cry. Makeup പോകുന്നു. Don't cry. മകൾക്ക് മകളുടെ ഭർത്താവിന് ഉള്ള ദുഃഖം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതാ ആൺമക്കൾ, എന്തിനും പോകുന്ന 3 ആൺമക്കൾ. അതെ, ദുഃഖം താങ്ങാനാവാതെ പിസാ ഗോപുരം പോലെ അവർ ആടി തിമിർക്കുകയാണ്. പ്ലീസ് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക. അവിടെ ക്യാമറാമാൻ നിൽക്കുകയാണ്. പ്ലീസ് ഒന്ന് നേരെ നിൽക്കൂ. സ്റ്റഡി. ഓക്കെ അവർക്ക് ദുഃഖം താങ്ങാനാവുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ സമയമില്ല. ഗ്രൂപ്പ് ഫോട്ടോ ആൺമക്കൾക്ക് കരയാനുള്ള അവസരമാണ്. ക്യാമറയായി പോയി. ക്യാമറ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇത് കണ്ട് കരയുകയാണ്. താങ്ക് യു. ഇനി നമ്മളെല്ലാം കാത്തിരുന്ന ആ അന്ത്യചുംബനം ഇതാ എത്തിക്കഴിഞ്ഞു. സമയമില്ല. അന്ത്യചുംബനം, ദ ലാസ്റ്റ് കിസ് ഓഫ് ലവ്, അത് തുടങ്ങാൻ പോകുന്നത് ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എപ്പോഴും കാത്തിരിക്കും നമ്മുടെ പ്രിയങ്കരനായ MLA ഇതാ കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ്, നമ്മുടെ പ്രിയങ്കരനായ MLA കടന്നു വരികയാണ്. അതെ അദ്ദേഹം ദുഃഖത്തോടുകൂടി അമ്മച്ചിയെ നോക്കി നിൽക്കുകയാണ്. ഞാൻ ഈ അവസരത്തിൽ ഒരു സ്വാതന്ത്ര്യം എടുക്കുകയാണ്. ഇനി നടക്കാൻ പോകുന്ന ആദ്യചുംബനം നൽകിക്കൊണ്ട് അന്ത്യചുംബന ശുശ്രൂഷ ബഹുമാന്യനായ MLA ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. പ്ലീസ്. അത് വേണം. വേണം.
എന്റെ അമ്മയ്ക്ക് പോലും ഞാൻ അത് നൽകാതെ സ്വന്തം പെറ്റമ്മയ്ക്ക് പോലും ഉമ്മ കൊടുക്കാത്ത MLA ആണ്. ഇത് കൊടുത്തോളൂ. ഈ ഇരിക്കുന്നത് മുഴുവൻ വോട്ടാണ്. പ്ലീസ് പ്ലീസ്. അതാ അതെ, അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി. ഉമ്മ എവിടെയൊക്കെയോ ഉമ്മ കൊടുക്കുകയാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ആ മക്കളെ ഇപ്പോൾ അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്. കൺട്രോൾ 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 കൺട്രോൾ. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നുള്ള അനുഭവം. കൺട്രോൾ. അദ്ദേഹം താങ്ക് യു. ഒരു ടിഷ്യൂ ബോക്സ് കൂടെ വീട്ടിലെത്തിക്കാം. താങ്ക് യു താങ്ക് യു. ഇനിയും മക്കൾക്കും മരുമക്കൾക്കും അന്ത്യചുംബനം കൊടുക്കാനുള്ള സമയമാണ്. ദയവ് ചെയ്ത് പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ പ്ലീസ്. സമയം കളയാതെ പ്ലീസ്. കമോൺ. അറച്ചു നിൽക്കാതെ ലൈവായിട്ട് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. അല്ലേ ഇത് എങ്ങോട്ട് പോകുക? ഇതേ അന്ത്യചുംബനം എന്ന് പറഞ്ഞാലേ ലാസ്റ്റ് കിസ് ഓഫ് ലവ് അവസാനം കൊടുക്കേണ്ടത് ആരാണെന്ന് തീരുമാനിച്ചിട്ട് മതി. ബാക്കി കാര്യം തീരുമാനിക്കാനാ. ഇവിടെ ആമക്കളുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, മക്കൾ അവര് കൊടുക്കും. പിന്നെ നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യം അനുസരിച്ച് പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ട അവിടെ അവന്റെ വീട്ടിലെല്ലാം വേണ്ടായിട്ട് വേണ്ടേ, അതുകൊണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. അത് ശരി. ഞാനേ ഈ വീട്ടിലെ മൂത്ത മോള ഗ്രേസി എന്റെ പേര്. എന്റെ കലയാണ് ഇവിടെ ആദ്യം കണ്ടത്. കഥയൊന്നും പറയരുത്. എന്താണ് ചോദിച്ചാൽ നീ ഇവിടെ ജനിച്ചതിന് ശേഷമാണ് ഈ കുടുംബം നരകിച്ചു പോയത്. ഞാൻ ഇവിടുത്തെ മകന്റെ ഭാര്യയായിട്ട് വലതുകാലം വെച്ചോടി ഈ കുടുംബം ഒന്ന് പച്ച. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു ഉമ്മ സൗജന്യമായിട്ട് കൊടുത്തിട്ട് പോകും. അധികം കടന്ന് നെകളിക്കരുത്. നീ അമ്മച്ചിയെ ചക്കരവാക്ക് പറഞ്ഞു മയക്കിട്ട് വീടും പറമ്പും എല്ലാം നിന്റെ പേരിലാക്കിയ കഥയൊക്കെ അങ്ങ് ഫിലാഡൽഫിയയിൽ മക്കളെ എല്ലാം കൊണ്ടുപോയി വളർത്തി അമ്മച്ചി അവസാനം വേലക്കാരിയെ പോലും ഇങ്ങോട്ട് തള്ളി വിട്ടില്ലേ. അവസാനം ഇങ്ങോട്ട് കൊടുത്തത്. കൺട്രോൾ. എല്ലാവരുടെയും വായിൽ നിന്നാൽ അപ്പം വെച്ച് കൊടുക്കൂ. പ്ലീസ് പ്ലീസ് പ്ലീസ്. അവർക്കെല്ലാം പോകാൻ സമയമായി. അവർക്കുള്ള ഷോട്ട്സ് എല്ലാം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞു. അയ്യോ എന്താ ഇത്? അയ്യോ മരണം രാജന്റെ ഇവന്റ് മാനേജ്മെന്റിൽ ആദ്യമായിട്ട് മരിച്ച് 10 ദിവസമായിട്ട് ഫ്രീസറിൽ കിടന്ന അമ്മച്ചി എഴുന്നേറ്റ് വരുന്നു. അയ്യോ അവര് പോയി. പറ്റൂല അമ്മച്ചി. അവരുടെ എല്ലാം ഫ്ലൈറ്റ് പോയി. എല്ലാവരും ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കുഴപ്പമില്ല അമ്മച്ചി, ഞങ്ങളുണ്ട്. ഞങ്ങൾ അമ്മച്ചി അടക്കി അത് ലൈവ് സ്ട്രീം ചെയ്തിട്ടേ പോവുകയുള്ളൂ. അമ്മച്ചി ഇതെന്താന്നറിയാമോ? അമ്മച്ചിയുടെ 41-നുള്ള പാലപ്പമായി. മാത്രമല്ല 41 ഐറ്റം ഉണ്ട് അമ്മച്ചി. അമ്മച്ചിക്ക് എന്തോ വേണം? പ്രോൺ മസാല, കരിമീൻ പൊള്ളിച്ചത്, വറ്റിച്ചത്, വറുത്തത്, വയ്ക്കാത്തത്, വെച്ചത് എല്ലാം റെഡിയാണ് അമ്മച്ചി. ഒരു പാലപ്പമോ? ഇത്രയും വലിയ കെടികെട്ടിയ മക്കളുള്ള അമ്മച്ചിക്ക് ഒരു പാലപ്പം തിന്നാൻ കൊതിയോ അമ്മച്ചി? ഒരു പാലപ്പം പോയിട്ട് ഒരു കഞ്ഞിയെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ 10 ദിവസം ഈ തണുപ്പത്ത് എന്റെ മക്കളെയും കാത്ത് കിടക്കേണ്ടി വരുമായിരുന്നോ? സാരമില്ല അമ്മച്ചി, നല്ല സുഖമില്ല ഇതിനകത്ത് കിടക്കാൻ. എത്രയും വേഗം എന്നേക്ക് കിടക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. മരണൻ രാജൻ വിൽ ടേക്ക് കെയർ. അയ്യോ അമ്മച്ചി എന്നെ അടിക്കുന്ന എന്തിന്? അമ്മച്ചിയുടെ മക്കൾ 1 കോടി രൂപ തന്നിട്ടല്ലേ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അവർക്കോ ബോധമില്ല. വിവരമില്ലാത്ത നീയെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടായിരുന്നു. എല്ലാവർക്കും ഇതൊരു പാഠമായിട്ടെ. നന്ദി, നമസ്കാരം.